കുറച്ച് ദിവസം മുന്നേ ഞാനൊരു പുതിയ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്സും നമ്മുടെ നാട് തമ്മിലുള്ള വ്യത്യാസം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര വലിയ സംഭവമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഗൂഗിൾ പേ ഇല്ലാത്ത, നെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഒരു നാട്ടും പ്രദേശത്തിലോട്ട് പൈസ ഇല്ലാതെ ചെന്നാൽ മതി. അച്ചൻകോവിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് പുനലൂർ പോണ റോഡിൽ നിന്ന് അലിമുക്ക് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്നും റൈറ്റ് സൈഡിലോട്ട് ഒരു വഴിയുണ്ട് ഗൈസ്. ആ വഴി ഏകദേശം 40 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമുക്ക് അച്ചൻകോവിൽ എന്ന ലൊക്കേഷനിൽ എത്താൻ വേണ്ടി പറ്റും. നൈറ്റ് പോയത് കൊണ്ട് തന്നെ ആ ഒരു വനയാത്ര അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ നൈറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ വാഹനങ്ങളൊന്നും കടത്തി വിടില്ല. കാരണം കാട്ടാന, പിന്നെ കാട്ടുമൃഗങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡേഞ്ചർ ആയിരിക്കും. പക്ഷെ നമ്മളൊരു 7 മണി ടൈമിലൊക്കെയാണ് ആ വഴി പോയത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട റോഡാണെങ്കിൽ പോകെ പോകെ അങ്ങോട്ട് നല്ല റോഡായിരുന്നു. നമ്മൾ അച്ചൻകോവിലിൽ എത്തും തോറും ആ ഒരു 2 സൈഡിലുള്ള കാടിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ കൂടി വരെയായിരുന്നു. നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് ഒരു 15 കിലോമീറ്റർ മുന്നേ ആയപ്പം കൊടും കാടും കൂരിരുട്ടും മൃഗങ്ങളും മാത്രം. നമ്മൾ എത്രത്തോളം അച്ചൻകോവിലോട്ട് അടുത്തോണ്ടിരുന്നോ നമുക്ക് അത്രത്തോളം ചെറിയ പണികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതിൽ ഒരെണ്ണമായിരുന്നു സിമ്മ് കട്ടായി, അതുപോലെ തന്നെ റേഞ്ചും കാര്യങ്ങളും ഇല്ലായിരുന്നു. ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്തായപ്പോഴത്തേക്കും കുറച്ച് പോസ്റ്റ് ലൈറ്റും അതുപോലെ തന്നെ കുറച്ച് വീട് അവിടെ ഇവിടെ കണ്ടായിരുന്നു. രണ്ടാമത്തെ പണി കിട്ടിയെന്ന് പറയുമ്പോൾ സ്റ്റേ ആയിരുന്നു. PWDയുടെ റെസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കിടക്കാനുള്ള കട്ടില്, അതുപോലെ തന്നെ ഫ്രഷ് ആകാൻ വേണ്ടിയുള്ള ഒരു ബാത്റൂം, അത്ര മാത്രമേ ഉള്ളൂ. അച്ചൻകോവിൽ എത്തിയതിനു ശേഷം നെറ്റും കാര്യങ്ങളും റേഞ്ചും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ഭാഗ്യം കൊണ്ട് ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഒരു ബാങ്കിൽ കയറി പൈസ എടുക്കാൻ നോക്കി, അതും പറ്റിയില്ല. അപ്പോഴേക്ക് ഏകദേശം ഒരു 8-9 മണി സമയമായിരുന്നു. നല്ല വിശന്നുകൊണ്ട് ഒരു തട്ടുകടയിൽ കയറി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ തന്നെ ഷോക്കായിപ്പോയി. കാരണം അവർ പറഞ്ഞതെന്ന് പറയുമ്പം നിങ്ങളിരുന്ന് ഫുഡ് ഫസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം പൈസയുടെ കാര്യം പിന്നീട് നോക്കാം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ അച്ചൻകോവിൽ നൈറ്റ് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ എന്താണ് അന്തരീക്ഷം എങ്ങനെയാണ് അതൊന്നും നമുക്ക് നേരെ അറിയാൻ വേണ്ടി പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുതിച്ച് പുറത്തോട്ടൊക്കെ പോയി അവിടെ എങ്ങനെയാണ് അന്തരീക്ഷം എന്നൊക്കെ നോക്കി. പക്ക ഗ്രാമപ്രദേശം ഒരു ഫീലായിരുന്നു സംഭവം. ശേഷം നമ്മൾ രാവിലെ ആ തട്ടുകടയിൽ തന്നെ പോയി ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര നേരെ തിരിച്ചു വരണ വഴി രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴിയും അതുപോലെ തന്നെ പോണ വഴിയും നല്ല വൃത്തിക്ക് കണ്ടു പോകാനൊക്കെ പറ്റി. ഭയങ്കര ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോയിട്ട് പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ പോയി കുറച്ച് മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ കുറവാണെങ്കിൽ പോലും സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് മാറി താമസിക്കാനൊക്കെ തോന്നിപ്പോകും. കാര്യം സിറ്റി ഏരിയ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സമാധാനമായിട്ട് അവിടെ നമുക്കിങ്ങനെ വൈബ് ചെയ്ത് നമുക്കിങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങിയൊക്കെ നടക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ തോന്നൽ മാത്രമാണ്. 2-3 ദിവസം നമുക്ക് അവിടെ നിൽക്കുമ്പം നമുക്ക് അതിൻ്റെ പാട് നമുക്ക് മനസ്സിലാവും. എന്തായാലും യാത്രകൾ അവസാനിക്കുന്നില്ല, വ്ളോഗ് അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.